അത് പറയുന്നതിന്റെ പിറ്റേ ദിവസം അഫ്ളലാണ് പഠിങ്ങൾ. നിങ്ങളെന്താ മനസ്സിലാക്കിയേ? നിങ്ങൾ അഫ്ളൽ അന്ന് 2 ചാട്ടം ചാടും, അപ്പോൾ ഇതിനകപ്പാട് കഴിഞ്ഞിട്ടോ. നിങ്ങൾ ആൺകുട്ടികളായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച തുടരാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധമാകുകയാണ് എങ്കിൽ നദ്വത്തുൽ മുജാഹിദീനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവരുടെ അവസാനത്തെ വരവായിരിക്കുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാടോ നിങ്ങള്? ഒരഫ്ളലാണ് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ അങ്ങോട്ട് പൊട്ടിപ്പോരിയല്ല. ഹറാമിനെ കുറിച്ച് പറ, വാജിബിനെ കുറിച്ച് പറ. അള്ളാഹുവിന്റെ റസൂൽ വാജിബ് എന്ന് പറഞ്ഞത് മുഴുക്ക നിങ്ങൾ വാജിബായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന് വിശദീകരിക്ക്. ഓതോണ് മുറിങ്ങാത് വിശദീകരിക്ക്. എന്നിട്ട് പറയാ ലൈലത്തുൽ ഖദ്ർ അഫ്ളൽ എന്ന് പറഞ്ഞില്ലേ? 4 നൂറ്റാണ്ടും ഖുർആനും സുന്നത്തും അത് വിടാതെ പിടിക്കും അല്ലേ? സുന്നികളായ ആളുകൾക്ക് ചെറിയൊരു ക്യാപ്സൂളും കൂടി ഓലെ കാണുന്ന സമയത്ത് ചോദിക്കാം. അങ്ങനെ പറയും സ്വഹീഹായ ഹദീസ്, വഈഫായ ഹദീസ് എന്നൊക്കെ പറയും അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസാണ് പറയാം, ഇത് സ്വഹീഹാട്ടോ, ഇത് തെളിവിന് പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു 10 ഹദീസ് പറഞ്ഞിട്ട് ഇത് ലഈഫാ, അത് തെളിവിന് കൊള്ളൂല കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് എന്ന് പറഞ്ഞിട്ട് ഇന്നതാണ് സ്വഹീഹ് എന്ന് വ്യക്തമാക്കിയത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. വഈഫ് എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയതായി ഉണ്ടെങ്കിൽ വന്ന് വിശദീകരിക്കുക. നിങ്ങൾ ആപ്പീസാണ് പൂട്ടൂലേ? ഇനി പറഞ്ഞാൽ മതി ഹദീസ് സഹീഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണോ വെച്ച് അതിന്റെ ഡെഫിനിഷൻ നബി പഠിപ്പിച്ചെന്ന്. നബി ഇങ്ങനെ പറയാം കുറച്ച് ഹദീസ്, ഇതൊക്കെ ലൈഫാട്ടോ, അതൊന്നും എടുക്കണ്ട, അതത്ര വലിയൊരു ഉറപ്പില്ലാത്തതാണ്. പിന്നെ കുറച്ച് കാര്യം പറഞ്ഞാണ്ട് ഇത് സഹീഹ് സറാട്ടോ ജോലി. ഇങ്ങനെ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുള്ള പരിശോധനയിൽ പുരോഹിത മതം തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മാലയും മൗലൂദും ഒന്ന് ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ നദ്വത്തിന്റെ മതം തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? നിങ്ങൾ 4 പൊട്ടത്തരണം പറയുമ്പോൾ ഈ ഉമ്മത്ത് മുഴുവൻ അതിന്റെ പിന്നാലെ വരുന്നു. ആരാടോ നിങ്ങളെടുത്ത് വിവരോ വിഡ്ഢിത്തല്ലാതെ, നിങ്ങളെടുത്ത് പാണ്ഡിത്യോ പൊട്ടത്തരല്ലാതെ, നിങ്ങളെടുത്ത് പ്രമാണം കുറച്ച് പ്രയാസമല്ലാതെ എന്താ നിങ്ങളെടുത്തുള്ളത്? ഇങ്ങോട്ടിങ്ങനെ ബലം വെച്ച് നടക്കുക. ഞാൻ അബുദുക്കൽ മിസ്കീന് കേട്ടപ്പോ സുന്നിന്ന് പോയ ആളാ. എന്നാ അബുദുക്കൽ മിസ്കീന് കേട്ടാണ് ഇങ്ങോട്ട് പോര്. കാറും പെണ്ണും ഒക്കെ ഇൻഷാല്ലാഹ് അഞ്ഞും കിട്ടും. പെണ്ണിനെ കൂട്ടി കഴിഞ്ഞ് നന്നാക്കാം. കാറ് വേണേ ഞാൻ തിരിച്ചു കൊടുക്ക, വണ്ടി ഉണ്ടെങ്കിൽ. വീടും പേരൊക്കെ അള്ളാഹിനോട് ചോദിക്കുക. അലൈഹി സല്ലല്ലാഹു ബി കാഫിനെ പഠിച്ചോൻ പോരെ. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടു കൂടെ ചോദിക്കുക, ഈ രീതിയിലുള്ള വിഡ്ഢിത്തങ്ങളൊന്നും പറഞ്ഞ് ആരും നെട്ടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവസാനമായി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ സബീനയിലുള്ള സർവമാലകളും മൗലിദുകളും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ 100% സത്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആ പ്രമാണം ഖുർആനും സുന്നത്തുമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഖുർആനാണ് പ്രമാണം എന്ന് പറയുന്നുവെങ്കിൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സർവമാലയും സർവമൗലൂദും വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. അതല്ല സൂറത്തുൽ ഫാത്തിഹയാണ് നിങ്ങളുടെ പ്രമാണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ വെച്ച് സബീനയിലുള്ള സെൻസർ ചെയ്യാതെ സർവമാലയും സർവമൗലൂദും
100% സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സർവാത്മന സജ്ജമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.